ആക്ടിവിസ്റ്റായ ധന്യരാമൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ധന്യരാമൻ, നോക്കൂ, അതായത് ഈ റാപ്പർ വേടനെതിരെ കുറച്ചധികം നാളുകളായി കുറച്ചധികം കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഒരു പ്രതികരണം വരുന്നത്. വേട്ടയാടലാണ് നടക്കുന്നതെന്നും അതുപോലെ തന്നെ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്നുമുള്ള ഒരു ആരോപണമാണ് വരുന്നത്. ഇതിനോട് താങ്കൾ എത്രത്തോളം യോജിക്കുന്നുണ്ട്? ഈ അടിക്കടി വരുന്ന പ്രശ്നങ്ങൾ അത് വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനെതിരെ വരുന്ന വേടന്റെ ഈ ഒരു വാക്കുകളെ അടിച്ചമർത്താനുള്ള ഒരു ഗൂഢാലോചനയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് വേടൻ ഉപയോഗിച്ചൊരു വേർഡ് ഉണ്ടല്ലോ, ആ ഒരു പാട്ടിലെ നീ തമ്പുരാനാണെങ്കിൽ എനിക്കൊന്നുമില്ല എന്നുള്ള വേർഡ് ഉണ്ട്. അത് പലരെയും ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. ചൊടിപ്പിച്ചു, ആ ജാതിക്കുരു പൊട്ടി. അതുകൊണ്ട് അവരെ വേടനെ വിടാതെ പിന്തുടരുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറച്ച് ഫേക്ക് ഐ ഡിന്നൊക്കെ പരാതികൾ വരും പോലീസിന്. അപ്പോൾ ഈ ഫേക്ക് ഐ ഡിയിലെ പരാതിയിൽ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ അഡ്രസ്സും കാണത്തില്ല, ഫോൺ നമ്പറും കാണത്തില്ല, ഈ മെയില് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരാതികളൊക്കെ വരുമ്പോഴാണ് ഇത് ജാമ്യം കിട്ടുന്ന ദിവസങ്ങളിൽ അടിക്കടി ഇങ്ങനെ പരാതികൾ വരുമ്പം അതിങ്ങനെ ട്രാപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ജാമ്യം കിട്ടാതിരിക്കാനോ ഒക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും. വേറെ വീട്ടുകാർ പൊതുവെ ഒരു ദുർബലരായിട്ടുള്ള ആൾക്കാരാണ്. ബ്രദർ ആയാലും ബ്രദറും വൈഫും ഒക്കെ അന്നത്തെ ജോലി ചെയ്ത് ഒരു പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ വേടനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു മ്യൂസിക് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ അതിനകത്തൊരു 100-100 സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ഈ ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ആയിപ്പോയ ഈ മനുഷ്യരൊക്കെ അങ്ങ് നിന്ന് പോകുന്നുള്ള അന്നത്തെ ഒരു പേടി കൊണ്ടായിരിക്കണം ഇപ്പൊ പ്രതികരിച്ചത്. അവർ ഈ കുറച്ച് ദിവസങ്ങളിലുള്ള ഇതൊക്കെ കണ്ടിട്ട് പരാതി അവർ ഒരാഴ്ച മുന്നേ കൊടുത്തിരുന്നെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് പരാതി എടുത്തിട്ടുണ്ടാവും ഒരുപക്ഷെ. അപ്പൊ അത് അന്വേഷിക്കട്ടെ. ഈ ഫേക്ക് ഐഡിന്ന് വരുന്ന പരാതികളെ കുറിച്ച് അന്വേഷിക്കട്ടെ. അപ്പൊ അത് ഫേക്ക് ഐഡിന്ന് പരാതി വരുമ്പോൾ തന്നെ മാധ്യമങ്ങൾ അതെടുത്ത് വലിയ വാർത്തയൊക്കെ 3 പരാതി കിട്ടി, 5 പരാതി കിട്ടി അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് അതിനുശേഷം ഒന്നും കാണത്തില്ല. പരാതിയുള്ള 2 പേര് പരാതി കൊടുത്തിട്ടുണ്ട്, അതിന് കൃത്യമായിട്ട് FIR ഇട്ടിട്ടുണ്ട്. അത് കോടതിയിൽ അവർ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എതിർകക്ഷികളെടുത്ത് കോടതിയിൽ നിന്ന് അവർക്ക് നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോ വേടന്റെ കരിയർ വളരട്ടെ. കരിയർ വളർത്താനുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കും. ബാക്കി ഇപ്പൊ ഒരു മനുഷ്യന് ഒരു തെറ്റായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അവരെ നല്ലതായിട്ട് വരാനുള്ള ഒരു അവസരം സൊസൈറ്റി കൊടുക്കണം എന്നുള്ളതാണ്. അത് വേടൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. വേടൻ നന്നായി തിരിച്ച് വന്നു. അത് ആ കരിയറും അവന്റെ പേഴ്സണൽ ലൈഫൊക്കെ നന്നായി കൊണ്ടുപോകേണ്ടത് അവന്റെ ബാധ്യതയാണ്. അപ്പൊ അത് അവനും അവന്റെ പാർട്ട്ണറും അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഫേക്ക് ആയിട്ടുള്ള പരാതികളെ എന്തായാലും ഡിഫമേഷൻ നടത്താൻ ഉള്ള രീതിയിൽ വരുന്ന പരാതികളെ തീർച്ചയായിട്ടും അത് ഫോളോ അപ്പ് ചെയ്ത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കും. IP അഡ്രസ് ഒക്കെ എടുത്താൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പോലീസ് അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഫേക്ക് എന്നായിട്ടല്ല, അവർക്ക് മറുപടി ഉണ്ടോ, മൊഴി കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് അവരെ തിരിച്ച് ഈ മെയിലിൽ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അതിലൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടായിരിക്കണം വേടന്റെ വീട്ടുകാരിങ്ങനെ ആരോ മനഃപൂർവ്വം പരാതി കൊടുത്തോണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അതായത് ഈ വേടനെതിരെ ഉയരുന്ന ഒരു ആരോപണങ്ങളുണ്ടല്ലോ, ഈ ആരോപണങ്ങളൊക്കെ ഇനിയും തെളിയേണ്ടതായുണ്ട്. എന്നാൽ ഈ തെളിയുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങളും ഈ നാട്ടുകാരും ഒക്കെ വേടനെ വേട്ടയാടുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായം താങ്കൾക്കും ഉണ്ടോ? അങ്ങനെയല്ല. അത് വേടനെ സംബന്ധിച്ച് അവൻ ഇത്രയും ഒരു കഴിവ് ഉള്ളിലുള്ള മനുഷ്യനാണല്ലോ. അപ്പൊ ഈ കുറച്ചു കാലങ്ങളായിട്ടല്ലേ വേടൻ പുറത്ത് വന്ന് ഇതെല്ലാം അറിയുന്നുള്ളൂ. അപ്പൊ ഇവൻ ആദ്യം എല്ലാം കഴിവുണ്ടായിട്ട് അംഗീകാരം കിട്ടാത്തൊരു സമയമുണ്ട്. മനുഷ്യൻ അലഞ്ഞു നടക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഉണ്ടായിരുന്ന ചില സൗഹൃദങ്ങളെയാണ് അവര് ഇങ്ങനെ പറയുന്നത്. അന്ന് അവര് കൺസെന്റോട് കൂടി എല്ലാം ഉണ്ടായി. പിന്നീട് അത് ഒരു ഡേറ്റിംഗ് ഹിസ്റ്ററി ഒക്കെ എടുത്ത് ഇങ്ങനെ നമ്മള് പരാതി ആക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ അന്നേ കളഞ്ഞിട്ട് പോയവരാണ്, അന്നേ ബന്ധം ഉപേക്ഷിച്ചിട്ട് പോയവരാണ്. അവരുടെ പ്രൊഫഷനും +2 തോറ്റിട്ടുള്ള വേടന്റെ കരിയറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു പോയവര് ഇവന് ഫേമസ് ആവുമ്പോ ഈ 2-3 വർഷത്തെ ഗ്യാപ്പില് ഫേമസ് ആയതിന്റെ മാത്രമല്ല അവന് വേറൊരു പാർട്ട്ണർ വരുന്നൊക്കെ അറിയുമ്പോഴുള്ള ഒരു പ്രയാസം എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം പിന്നെ ഇവരുടെ പുറകിലൊക്കെ വേറൊരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ് ഒക്കെ നിമിത്തം ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്തവരൊക്കെ ഉണ്ട്. അവരുടെ പേരൻസ് ഒക്കെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റുകളൊക്കെയാണ്. ഇങ്ങനത്തെ കുറച്ചുപേര് അതിന് പുറകിൽ വിടാതെ ഉണ്ട്. അപ്പൊ എന്തുണ്ടെങ്കിലും ഇവർക്കൊക്കെ തമ്മിൽ സംസാരിച്ച് തീർക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടല്ലോ. ഭീഷണിയൊന്നും അങ്ങനത്തെ ഒന്നും അവിടെ സംഭവിച്ചിട്ടൊന്നുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവരുമായിട്ട് വേടനും കുടുംബവും വേടന്റെ പെൺകുട്ടിയായിട്ടൊക്കെ നിരന്തരം കോണ്ടാക്റ്റിലുള്ള ഒരാളാണ് ഞാൻ. അവരെന്തുണ്ടെങ്കിലും അപ്പൊ വിളിക്കും. ഡെയിലി 2-3 തവണ എന്തുണ്ടെങ്കിലും സംസാരിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ അത് വലിയ ഒരാളെ അങ്ങനെ ചീറ്റ് ചെയ്യാനോ തള്ളിക്കളയാനോ നോവിക്കാനോ ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾക്കറിയാലേ, ഞാൻ 2011 1137 റേപ്പ് കേസിന്റെ
ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ട്രൈബൽ സെറ്റിൽമെന്റുകളിൽ നിന്ന് മാത്രം 1137 പേര് റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയും അതിനുശേഷം ഇങ്ങോട്ട് ഈ നിമിഷം വരെ നമ്മൾ എന്തോരം കേസുകൾ നടത്തുന്നുണ്ട്, എത്ര പേരെ നമ്മൾ ലീഗൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അവരുടെ മാനസിക ബലം നൽകുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ഓരോ മനുഷ്യര് നമുക്കറിയാം ഇത് ഏത് രീതിയിലുള്ള ബന്ധമാണ്. അതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കും പൊതുസമൂഹത്തിനും കോടതിക്കും ഉണ്ടല്ലോ. അപ്പൊ അത് കോടതി തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ. കാരണം കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ ഓർത്ത് നോക്കിയേ, യഥാർത്ഥത്തിൽ ചെറിയ കുട്ടികളെയൊക്കെ ലോക്ക്ഡൌണിന്റെ സമയത്ത് അച്ഛനും അമ്മയും വിറകെടുക്കാൻ പോയ സമയത്ത് ഒരു 9 വയസ്സുള്ള കുഞ്ഞിനെ വയനാട്ടിൽ നിന്നുള്ള സെറ്റിൽമെന്റിന് തൊട്ട അയൽവാസിയായിട്ടുള്ള ഒരാള്, ജലീലോ അങ്ങനെ എന്തോ പേരുള്ള ഒരാൾ വന്ന് ഈ 9 അത് സംസാരിക്കത്തില്ല, ചെവിയും കേൾക്കത്തില്ല ആ കുഞ്ഞിന്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞിനെ വന്ന് റേപ്പ് ചെയ്തിട്ട് പോയി. അപ്പം ആ 100 മനുഷ്യർ താമസിക്കുന്ന കോളനിയിലാണ് ഈ ഒരു റേപ്പ് നടന്നത്. അപ്പൊ ആ കുഞ്ഞ് തൊടയിൽ ചോരയൊക്കെ ഒലിപ്പിച്ച് കരഞ്ഞുകൊണ്ട് അമ്മയെന്ന് വിളിച്ച് കരയാൻ പറ്റൂല. അങ്ങനത്തെ മനുഷ്യരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ റേപ്പ് എന്താണ് അല്ലാത്തതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അത് കോടതിക്ക് ബോധ്യപ്പെടും. എല്ലാവർക്കും മനസ്സമാധാനമായിട്ട്, ആർക്കും മുറിവുണ്ടാവാതിരിക്കട്ടെ, എല്ലാവർക്കും മനസ്സമാധാനമായിട്ട് ജീവിക്കാനും കരിയർ വളർത്താനുള്ള സ്പേസ് ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്. അത് എല്ലാവരും ഉപയോഗിക്കട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഒരു അവസരത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. വേടന്റെ ബ്രദർ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ കേട്ടിട്ടില്ലേ, ചെമ്മീൻ തുള്ളിയ മുട്ടോളം പിന്നെ തുള്ളിയ ചട്ടിയിലെന്ന് പറയുന്നില്ല. അതുപോലെ ഞങ്ങൾ അതൊക്കെ അവർക്ക് വേണ്ട പിന്തുണയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പേടിച്ചാരെങ്കിൽ വെട്ടിക്കൊല്ലോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. പക്ഷെ സൂക്ഷിക്കണം. വേടനെതിരെ ഒരു ഗ്യാങ് ഉണ്ട്. അത് പൊളിറ്റിക്കൽ ഗ്യാങ് ആണ്. വേടനെ ഇല്ലായ്മ ചെയ്യാനും വേടന്റെ ആശയങ്ങൾ ഭയങ്കര കുത്തുന്ന ആശയങ്ങളാണ്. നമ്മളൊക്കെ എത്രയോ കാലം കൊണ്ട് നമ്മളൊരു പൊളിറ്റിക്സ് ഇവിടെ പറയുമ്പോൾ ഒരു വരി കൊണ്ട് ഒരു രാഷ്ട്രീയം എല്ലാ മനുഷ്യരും മനസ്സിലാക്കുമ്പോൾ, അല്ലാതെ എല്ലാ വിഭാഗക്കാരും മനസ്സിലാക്കുമ്പോൾ വിരളി പിടിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അവർക്കാണ് വേടനെ ഭയം. അവർ സോഷ്യൽ മീഡിയയിൽ എന്ത് എഴുതിയാലും അത് വിഷയമാവുന്നില്ല. നന്നായിട്ട് പോകട്ടെ എന്ന് മാത്രം. എല്ലാവരും, ഏത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും എല്ലാവരും സുരക്ഷിതമായിട്ടും സമാധാനമായിട്ടും പോകട്ടെ എന്നേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് പിന്തുണ ആവശ്യമുള്ളവർക്ക് പിന്തുണ നൽകുകയും ചെയ്യും, ജെന്യൂൻ എന്ന് തോന്നിക്കഴിഞ്ഞാൽ. ശരി, വളരെയധികം നന്ദി ശ്രീമതി ധന്യരാമൻ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.